തിരുവനന്തപുരത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കാണിച്ച് സ്ത്രീയുടെ നേതൃത്വത്തിൽ വൻ തട്ടിപ്പെന്ന വിവരമാണ് വരുന്നത്. തിരുവനന്തപുരം പോങ്ങുമൂട് സ്വദേശി ഹരിനാരായണന്റെ 3 ഏക്കർ ഭൂമി പലർക്കും കാണിച്ചു കൊടുത്ത് പണം വാങ്ങിയെന്നാണ് പരാതി. പനവൂർ സ്വദേശിയായ അർബുദ രോഗി സജിതയുടെ മകന്റെ കയ്യിൽ നിന്ന് ശ്രീകാര്യം സ്വദേശി ജയശ്രീ പണം വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. 1 വർഷം മുൻപ് 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടും ഭൂമിയോ കൊടുത്ത പണമോ കിട്ടാതായതോടെ നെടുമങ്ങാട് പോലീസിൽ നൽകിയ പരാതിയിൽ ജയശ്രീക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അതേസമയം ജയശ്രീക്കൊപ്പം പണം തട്ടിയെടുക്കാൻ കൂട്ടുനിന്ന മോഹൻകുമാർ പനയമുട്ടം, കാട്ടാക്കട സുരേന്ദ്രൻ എന്നിവർക്കെതിരെ കേസെടുത്തില്ലെന്നും പരാതിക്കാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണണം, ഒപ്പം അവരുടെ പ്രതികരണം കൂടി കേൾക്കാം. ചേച്ചി, ആഗസ്റ്റ് 17-ാം തീയതി 2025 ഞാൻ ഒരു 10,000 രൂപ തന്നിട്ട് ഇന്നിപ്പം ചേച്ചിയുടെ കയ്യിൽ ഒരു 5,000 രൂപ കൊടുത്തു. എന്നതാ 59,000 രൂപ. എത്രയുണ്ട്? 40,000 രൂപ. ചേച്ചി, ആഗസ്റ്റ് 17-ാം തീയതി 2025 ഞാൻ ഒരു 10,000 രൂപ തന്നിട്ട് ഇന്നിപ്പം ചേച്ചിയുടെ കയ്യിൽ ഒരു 5,000 രൂപ കൊടുത്തു. ഇതെന്താ സംഭവം സാറേ? 2024 ആഗസ്റ്റ് 17-ാം തീയതി മോഹൻകുമാർ വിശ്വകർമ്മ എന്ന് പറയുന്ന ആൾ, പനയട്ടത്തുള്ള ആളാണ്, എന്നെ വീട്ടിൽ വന്ന് കണ്ട് എൻ്റെ അമ്മ വയ്യാതിരിക്കുന്നുണ്ട്, 3 സെൻറ്റ് വസ്തു ശ്രീകാരി എലംകുളത്ത് ജയശ്രീ എന്ന് പറയുന്ന ആളിൻ്റെ പേരിൽ 3 ഏക്കർ വസ്തു ഉണ്ട്, കിട്ടുമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ വസ്തുവിന് വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ഫെബ്രുവരി 18-ാം തീയതി എൻ്റെ 1,40,000 ജയശ്രീ എന്ന ആൾ വാങ്ങിച്ച്. ഈ മോഹനൻ എന്ന ആളാണ് എന്നെ ഈ ജയശ്രീ എന്ന ആളിന് ഇവിടെ വസ്തു കിട്ടുമെന്ന് എലംകുളത്തുകൊണ്ട് എന്നെ പെടുത്തിയത്. ഞാൻ മാത്രമല്ല സാറേ, അന്ന് വസ്തു വളർന്നപ്പോൾ കണ്ണൂരുള്ള ക്യാൻസറുള്ള ഒരു അമ്മയ്ക്കും മോനിക്കും കൂടെ ഇവിടെ വസ്തു വളർന്നു. അവർക്ക് 3 സെൻറ്റ് അളന്നിട്ട്, എനിക്ക് 3, അവർക്ക് 3. അവരെ ഒന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അവർ പിന്നെ വേറെ ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഈ ഭൂമി ഇത് എനിക്ക് അളക്കണത് തന്നെ വേറെ ആൾക്കാണെങ്കിൽ ഇങ്ങനെ ഭൂമി അളന്ന് പൈസ മേടിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഭൂമിയല്ല, ഇത് അവരുടെ ഭൂമിയല്ല, ഇത് ഹരിനാരായണൻ എന്ന ആളിൻ്റെ ഭൂമിയാണ്. ഇവർ എഗ്രിമെൻ്റ് എല്ലാം എഴുതി തന്നിട്ടുണ്ട് എനിക്ക്. അതിലെല്ലാം വിവരാവകാശ പ്രകാരം എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാത്തിലും അവർക്ക് ഒരു ഭൂമി ഇല്ലെന്നുള്ള തെളിവാണ് ഈ എൻ്റെ കൈവശിരിക്കുന്ന ഈ രേഖകളല്ല. ഇത് അവർ 1 വർഷം മുമ്പ് പണം വാങ്ങി. എന്നിട്ട് ഇപ്പം എന്തായി സ്ഥിതി? ഇപ്പം ഭൂമിയില്ല. ഈ ഭൂമി ഹരിനാരായണൻ്റെ ഭൂമിയാണിത്. അപ്പം ആ ഭൂമി എനിക്കൊരിക്കലും കിട്ടൂല. എൻ്റെ പൈസ ആ പുള്ളിക്കാരുടെ കയ്യിൽ ഇരിക്കണം. ജയശ്രീ തിരിച്ച് തരണമില്ല, എൻ്റെ ചീത്തയും ബഹളമായിട്ട് നിൽക്കണം. ഇത് വിവരാവകാശ പ്രകാരം പരാതിയായിട്ട് പോലീസിൽ പോയപ്പോൾ എന്താ അവസ്ഥ? പോലീസിൽ പോയപ്പോൾ അവരെ പേര് ഒരു വിധത്തിനും കേസ് എടുക്കൂല നെടുമങ്ങാട് പോലീസ്. പിന്നെ മുഖ്യമന്ത്രിയുടെ പരിഹാര സെല്ലിലൊക്കെ പരാതി കൊടുത്തതിന് പ്രകാരം പോലീസ് ഇപ്പോൾ FIR ഇട്ട് കേസെടുത്തെന്ന് പറയുന്നു.